ഇന്നലെ ജനീവയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട മാരത്തോൺ ചർച്ചകളൊടുവിൽ തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നു. സമാധാനത്തിന്റെ വഴി തുറക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ചെങ്കിലും ഇറാന്റെ പരമാധികാരത്തിനുമേൽ അമേരിക്ക വെച്ച നിബന്ധനകൾ വീണ്ടും ഉടക്കുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ജനീവയിൽ നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി മധ്യസ്ഥർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും തയ്യാറായോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ചർച്ചകൾക്കു ശേഷം പറഞ്ഞത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമായി തന്നെ അമേരിക്കൻ പക്ഷത്തെ അറിയിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഇരുവിഭാഗവും തമ്മിൽ ധാരണയിലും എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. തിങ്കളാഴ്ച വിയന്നയിൽ വെച്ച് നടക്കുന്ന ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ ചർച്ചയിലാണ് ലോകം ഇപ്പോൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത്. ജനീവയിലെ മൂന്നാം ഘട്ട ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി മുന്നോട്ട് വെച്ചത് സമാധാനത്തിന്റെ വ്യക്തമായ പാതയായിരുന്നു. എന്നാൽ പ്രശ്നം മുടക്കി നിൽക്കുന്നത് അമേരിക്കയുടെ കടുംപിടുത്തങ്ങളിലാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ അവകാശത്തെ പോലും തടയാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. സ്വന്തം മണ്ണിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനോ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിദേശത്തേക്ക് മാറ്റാനോ ഉള്ള അമേരിക്കൻ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അന്തസ്സോടെയുള്ള ഒരു ഒത്തുതീർപ്പിനാണ് ഇറാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തങ്ങൾക്കുമേൽ അന്യായമായി അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാനായി ചില വിട്ടുവീഴ്ചകൾക്കും ഇറാൻ ഒരുക്കമാണ്. ഭീഷണിയിലൂടെ കരാറിൽ ഒപ്പിടിപ്പിക്കാമെന്ന ട്രംപിന്റെ തന്ത്രം ഇറാന്റെ കാര്യത്തിൽ ബലിക്കില്ലെന്നാണ് ഇന്നലത്തെ ചർച്ചയിലൂടെ ലോകത്തിന് വ്യക്തമായത്. ഇവിടെയാണ് IAEA മേധാവി റാഫേൽ ഗ്രോസി മുന്നോട്ട് വെച്ച നിർദ്ദേശം ശ്രദ്ധേയമാകുന്നത്. മെഡിക്കൽ ഗവേഷണ ആവശ്യങ്ങൾക്കായി മാത്രം പരിമിതമായ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഇറാനെ അനുവദിക്കുക എന്നതാണത്. തങ്ങളുടെ വികസന ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം അത്യന്താപേക്ഷിതമാണെന്ന ഇറാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് ഈ നിർദ്ദേശം. കൂടാതെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും ഇസ്രായേലിനും ഭീഷണിയാണെന്നും അമേരിക്ക വാദിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും നിർവീര്യമാക്കണമെന്നാണ് അമേരിക്കൻ പക്ഷം. അതായത് ഒരു രാജ്യത്തിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം പോലും അനുവദിക്കില്ലെന്നാണ് ലോക പോലീസിന്റെ തിട്ടൂരം. ഇറാൻ ഇതിൽ പ്രതികരിച്ചത് തങ്ങളുടെ പ്രതിരോധ ആയുധങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കില്ലെന്നാണ്. കാരണം അത് ഞങ്ങളുടെ അവകാശം മാത്രമാണ്, അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ലെന്നു സാരം. അടുത്തയാഴ്ച വിയന്നയിൽ വീണ്ടും നിർണായകമായ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. യുദ്ധമല്ല, മറിച്ച് തുല്യനീതിയിൽ അധിഷ്ഠിതമായ സമാധാനമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ നീക്കങ്ങൾ ഉണ്ടാകുമോ, അതോ യുദ്ധക്കപ്പലുകളുടെ നിഴലിൽ ചർച്ചകൾ അവസാനിക്കുമോ? ആശങ്കയോടെയാണ് ലോകം പശ്ചിമേഷ്യയെ വീക്ഷിക്കുന്നത്. ഇറാന്റെ പോരാട്ടം വെറുമൊരു രാജ്യത്തിൻ്റെതു മാത്രമല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ നിൽക്കുന്ന ഓരോ ജനതയുടേതുമാണ്.